നിയമസഭയിൽ ഈ പറയുന്ന അടിയന്തര പ്രമേയത്തിൽ ചർച്ച തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് MDMA പോലുള്ള ആധുനിക സിന്തറ്റിക് മയക്കുമരുന്നുകളുടെ പ്രത്യേകത ഈ ഉപയോഗം കുറഞ്ഞാലും ഇതിൻ്റെ ലഹരി വളരെ കൂടുതലായിരിക്കും. വളരെ കുറഞ്ഞ അളവിൽ ഉപയോഗിച്ചാൽ മാതാപിതാക്കൾക്കോ കൂടെയുള്ളവർക്കോ പോലും ഇയാൾ ഇത് ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് കണ്ടെത്താൻ പോലും കഴിയാതെ വരും. പിന്നീട് ഒരു ഘട്ടം കഴിയുമ്പോൾ ഇതൊരു വലിയ മാനസിക ആരോഗ്യ പ്രശ്നമായി മാറുന്ന ഘട്ടത്തിലാണ് നമുക്കിത് തിരിച്ചറിയാൻ കഴിയുന്നത്. പലപ്പോഴും തിരിച്ചറിഞ്ഞതിന് ശേഷം തിരിച്ചു കൊണ്ടുവരാൻ കഴിയാത്ത അപകടകരമായ അവസ്ഥയിലേക്ക് ഈ കുട്ടികൾ മാറുന്നു എന്നുള്ള ഗുരുതരമായ ഒരു സാഹചര്യം നമ്മുടെ സംസ്ഥാനത്ത് നിലനിൽക്കുന്നു എന്നുള്ളതാണ് സാർ ഇവിടെ ഈ മറ്റ് ലഹരികൾ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന പോലത്തെ ഗന്ധമൊന്നും ഇത്തരത്തിലുള്ള രാസലഹരി ഉപയോഗിക്കുമ്പോൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇത് ഉപയോഗിക്കാൻ യുവാക്കൾ തയ്യാറാകുന്നു. പെട്ടെന്ന് ഇത് കണ്ടെത്താൻ കഴിയാതെ വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു മാനസിക ആരോഗ്യ പ്രശ്നമായി മാറുമ്പോൾ മാത്രമാണ് നമ്മുടെ ശ്രദ്ധയിലേക്ക് വരുന്നത്. നേരത്തെയൊക്കെ കഞ്ചാവ് പൊതിയാണെങ്കിൽ ഇന്ന് ഹഷീഷ് ഓയിൽ, MDMA തുടങ്ങിയ മാരകമായ രാസലഹരിയാണ്. അതുപോലെ തന്നെ LSD തുടങ്ങിയ അതിമാരക വസ്തുക്കളുടെ ശേഖരമാണ് ഇന്ന് വളരെ വ്യാപകമായി സുലഭമായി വിദ്യാലയങ്ങളിൽ, കലാലയങ്ങളിൽ, പൊതുയിടങ്ങളിൽ എല്ലായിടത്തും ഇത് സുലഭമായി ലഭിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും അപകടകരമായ ഒരു കാര്യങ്ങൾ. സാർ അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. അത് സാർ ഒരു കാര്യം കൂടെ എളുപ്പത്തിൽ സൂചിപ്പിക്കുക, അങ്ങ് സമയത്തിൻ്റെ കാര്യം. കോട്ട്പ നിയമം സാർ, ഈ കോട്ട്പ നിയമം നമ്മൾ നടപ്പിലാക്കിയിട്ടുണ്ട് സാർ. ഈ കോട്ട്പ ആക്ട് പ്രകാരം ഇത് നമുക്ക് ഈ പാൻപരാഗ് അതുപോലെയുള്ള സാധനങ്ങളൊക്കെ പിടിച്ചെടുക്കാൻ കഴിയും സാർ. ഇതിൻ്റെ പ്രശ്നം വെച്ചാൽ ഇതൊരു ഗേറ്റ് വേ ഡ്രഗാണ് ഈ ഹാൻസ്, പാൻപരാഗ്. കാരണം ഇതൊക്കെ ഗേറ്റ് വേ ഡ്രഗാണെന്ന് പറയാൻ കാര്യം ഇതൊക്കെ ഉപയോഗിച്ച് തുടങ്ങിയിട്ടാണ് പിന്നീട് ഈ ഗുരുതരമായ അളവിലുള്ള മറ്റ് മയക്കുമരുന്നിലേക്ക് കുട്ടികൾ കടക്കുന്നത്. പക്ഷേ ഈ കോട്ട്പ ആക്ടിൻ്റെ ഒരു പ്രശ്നം അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് സാർ. ഇതിൽ പിടിച്ചാൽ കിട്ടുന്ന പരമാവധി ശിക്ഷ പിഴ 200 രൂപയാണ്. 200 രൂപ പിഴ അടച്ചത് ഒഴിവാകാൻ കഴിയും. അപ്പോൾ അതുമാത്രമല്ല, ഈ കോപ്റ്റ കേസുകളുടെ എണ്ണം 2016 2,36,291 ആണെങ്കിൽ ഇപ്പോൾ അത് കുറഞ്ഞ് 62,618 സാർ. സമയമില്ലാത്തതുകൊണ്ടാണ് അതിൻ്റെ വർഷം തിരിച്ചുള്ള കണക്കുകൾ കോപ്റ്റ കേസുമായി ബന്ധപ്പെട്ട് ഞാൻ ശേഖരിച്ചിട്ടുണ്ട് സാർ. കേസ് എടുക്കുന്നത് കൊണ്ടാണ് കൂടുതൽ വരുന്നത് എന്ന് പറഞ്ഞാൽ ഇവിടെ കോട്ട്പയുടെ കാര്യത്തിൽ കേസുകളുടെ കാര്യത്തിലും കുറവുണ്ടാകുന്നത് എന്താണ്, എങ്ങനെയാണ് എന്നുള്ളത് ഗവൺമെൻറ് കൃത്യമായി പരിശോധിക്കേണ്ടതാണ് സാർ. ഇക്കാര്യത്തിൽ കഴിഞ്ഞ 10 വർഷമായി സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്യുന്ന കേസുകളിൽ ഭൂരിഭാഗം 18 വയസ്സിലും 40 വയസ്സിനും ഇടയിൽ പ്രായമുള്ള കുട്ടികളാണ്. ചെറുപ്പക്കാർ, IT പ്രൊഫഷണലുകൾ, എഞ്ചിനീയർമാർ, ഡോക്ടർമാർ, നല്ല ഉന്നത തലങ്ങളിൽ ജോലി ചെയ്യുന്നവർ, അങ്ങനെ എല്ലാ മേഖലയിൽപ്പെട്ട ആളുകൾ ഈ ലഹരി മാഫിയയുടെ പിടിയിൽ അകപ്പെടുന്നു എന്നുള്ള വളരെ ഗുരുതരമായ ഒരു സാഹചര്യം നിലനിൽക്കുന്നു എന്നതുകൊണ്ടാണ് സാർ ഈ വിഷയം തന്നെ ഒരിക്കൽ അവതരിപ്പിച്ചു. ഗവൺമെൻറ് ചില കാര്യങ്ങൾ പ്രഖ്യാപിച്ചു സാർ. അത്തരം കാര്യങ്ങൾ കൊണ്ട് മാത്രം പരിഹരിക്കാൻ കഴിയുന്നതിനപ്പുറത്തേക്ക് ഇത് വളർന്നിരിക്കുകയാണ് സാർ. ഇവിടെ നേരത്തെ അൻവർ സാദത്തിന്റെ കോളിംഗ് അറ്റൻഷൻ ഉണ്ടായിരുന്നു, സംസാരിക്കുന്നുണ്ട്. ഇത് പാഠ്യപദ്ധതിയുടെ ഭാഗമായി ലഹരി ബോധവൽക്കരണം കൊണ്ടുവരണം. അതുപോലെ തന്നെ സ്കൂളിൽ MPTS ഉണ്ട്, ആ മാതൃ PTA ഉണ്ട്. അതിൻ്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ സജീവമാക്കണം. ഹരിയാന മോഡൽ സ്പോർട്സ് നഴ്സറികൾ സ്കൂളുകളിൽ സ്ഥാപിക്കണം. കുട്ടികൾക്ക് 6 മാസത്തിനിടയിൽ ഒരു മെഡിക്കൽ പരിശോധന ഉണ്ടാകണം. അവരുടെ സ്വഭാവ മാറ്റങ്ങൾ ഉണ്ടെന്ന് കണ്ടുപിടിക്കാനുള്ള പരിശോധനകൾ നിരന്തരമായി ഉണ്ടാകണം സാർ. ചില വാർത്തകൾ മാത്രം ഞാൻ വായിക്കാം. കോട്ടയം തൃശ്ശൂർ ചിൽഡ്രൻസ് ഹോമിൽ 17കാരനെ 15 വയസ്സുകാരൻ തലക്കടിച്ചു കൊന്നു. തൃശ്ശൂരിൽ കൊല്ലാൻ ഉപയോഗിച്ച കത്തി 14കാരൻ്റെ തന്നെ ഡിസംബർ 31 ന്യൂ ഇയറിൻ്റെ തലേന്ന്. തിരുവനന്തപുരത്ത് +2 വിദ്യാർത്ഥി കുത്തേറ്റു. 9ാം ക്ലാസ്സുകാരൻ 12ാം ക്ലാസ്സുകാരനെ കുത്തി. അതുപോലെ SIയെ കഴുത്തിന് പിടിച്ച് നിലത്തടിച്ചു +2 വിദ്യാർത്ഥി. സാർ, ഇതൊക്കെ ഈ അടുത്ത ദിവസങ്ങളിൽ, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മാത്രം വന്ന വാർത്തകളാണ് സാർ. അതുകൊണ്ട് ഇത് നമ്മൾ എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് എന്ന് പറയുന്നത് നമുക്ക് കേവലമായി ചിരിച്ചു തള്ളിക്കളയാവുന്ന ഒരു ട്രോൾ വാചകമല്ല സാർ. നമ്മളെയെല്ലാം ഇരുത്തി ചിന്തിപ്പിക്കേണ്ട സാമൂഹിക അവസ്ഥയാണ് എന്നുള്ള കാര്യം ഈ സഭയിൽ വളരെ ഉത്തരവാദിത്തത്തോടു കൂടി ഉന്നയിക്കുകയാണ് സാർ. ഇവിടെ ലഹരി കുടത്തിൽ നിന്ന് പുറത്തു വന്ന ഭൂതം കേരളത്തെ വരിഞ്ഞു മുറുക്കുകയാണ്. സർക്കാരിന് ഇതിനകത്ത് എന്തെങ്കിലും പഠനമുണ്ടോ സാർ? കുറഞ്ഞ പക്ഷം കഴിഞ്ഞ 1ാം പിണറായി സർക്കാരിൻ്റെ കാര്യത്തിൽ നിന്നും ഇവിടേക്ക് എത്തുമ്പോൾ ലഹരി കേസുകൾ കൂടിയിട്ടുണ്ടോ? കൂടിയത് എവിടെയൊക്കെയാണ്, ഏതെല്ലാം മേഖലയിലാണ് എന്നൊരു പഠനം, ശാസ്ത്രീയമായൊരു നിരീക്ഷണം
ആ ലഹരിയുമായി ബന്ധപ്പെട്ട ക്രൈമുകളെ സംബന്ധിച്ച ഒരു പഠനം, അങ്ങനെ എന്തെങ്കിലും ഒരു പഠനമോ രേഖയോ സർക്കാരിന്റെ കയ്യിൽ ഉണ്ടോ, നടത്തുന്നുണ്ടോ എന്നുള്ളത് അറിയാൻ നമുക്ക് ആഗ്രഹമുണ്ട് സാർ. കേരളത്തിന് ആഗ്രഹമുണ്ട് സാർ. സാർ ഇവിടെ പിന്നെ അതിനകത്ത് ഇപ്പോൾ എക്സൈസ് വകുപ്പിനെ ആധുനികവൽക്കരിച്ച് മതിയാകൂ സാർ. എൻഫോഴ്സ്മെന്റ് ഇക്കാര്യത്തിൽ ഈ മാഫിയയുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. ഞാൻ വിമർശന രൂപത്തിലാണ് പറയുന്നത്, അല്ലെങ്കിൽ നിർദ്ദേശമാണെന്ന രൂപത്തിലാണ്, ഏത് രൂപത്തിലാണെങ്കിലും എടുത്താലും മതി. ഈ മാഫിയയുടെ ഒരു കിരാതമായ വളർച്ചയുടെ മുമ്പിൽ എൻഫോഴ്സ്മെന്റിന് ഈ നിലയിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. അതിനെ ആധുനികവൽക്കരിക്കണം, സ്ട്രെങ്ത് കൂട്ടണം. വനിതാ എക്സൈസിലെ കുട്ടികൾ വന്നുകൊണ്ട് 1ാം റാങ്കിൽ കുട്ടിക്ക് പോലും സംസ്ഥാനത്ത് ലഹരി ആഴങ്ങളിൽ വല്ലാതെ വേരോടുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ, അതിന്റെ പശ്ചാത്തലത്തിൽ കൊലപാതകങ്ങളും ദയാരഹിതമായ അമ്മയുടെയും അച്ഛൻ്റെയും ഒക്കെ കഴുത്തറത്ത് കൊല്ലാനും മാത്രം കൈവറക്കാത്ത കുട്ടികൾ നാട്ടിൽ പെരുകുന്ന കാലമാണ്. ആ പെരുകുന്ന കാലത്താണ് സഭയിൽ അടിയന്തര പ്രമേയ ചർച്ച. നല്ല കാര്യം.